ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എടുത്തേ ഉള്ളൂ. 12.56 ആണ് നമ്മളുടെ എൻട്രി കിട്ടിയത്. ചെറിയ ഒരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ, ജസ്റ്റ് പ്രീമിയത്തിൻ്റെ ചാർട്ട് ഇതാണ്. നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കാരണം ഇത്രയും വലിയൊരു ഫോളിങ് മാർക്കറ്റിലാണ് നമ്മൾ പോയി ഒരു ബൈ എൻട്രി എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്യാം. കാരണം പെട്ടെന്നൊരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു ലോസ് ആവും. കാരണം ഫോളിങ് മാർക്കറ്റിൽ ചെന്ന് മാർക്കറ്റ് ട്രെൻഡിന് എഗനിസ്റ്റ് ആയിട്ട് ട്രേഡ് എടുത്തിരിക്കുവാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 771ഉം 772 ട്രിഗർ വന്നിട്ട് 772ഉം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. 772ഉം 771ഉം ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് വേണ്ട. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിനെയും സ്റ്റോപ്പ് ലോസിനെയും കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് ആയിട്ട് കിട്ടിയത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമുക്ക് സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 15 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 24-25 പോയിൻറ്റിൻ്റെ അടുപ്പിച്ചുള്ളൊരു സ്റ്റോപ്പ് ലോസുമാണ്. 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 847 റൈറ്റ്. 847ലാണ് നമ്മളുടെ ടാർഗറ്റ് വരുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 772ലാണ്. ഇപ്പം വീണ്ടും കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം കണ്ടിന്യൂസ്ലി ഫോളിങ് മാർക്കറ്റിൽ വന്നാണ് നമ്മളൊരു ബൈ എൻട്രി എടുക്കുന്നത്. സോ ട്രേഡ് അഗൈൻസ്റ്റ് ദ ട്രെൻഡാണ്, പക്ഷേ പ്രോപ്പർലി സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, നമ്മൾക്ക് ഫേവറായിട്ടല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ 58,900ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത് 70 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് 797.23ലാണ്. ഒരു 847 റേഞ്ചിലാണ് നമ്മളുടെ ടാർഗറ്റിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. 771ഉം 772ഉം കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, മാർക്കറ്റ് ഏത് രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം. അപ്പോൾ നമ്മളൊരു 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്പോട്ട് വൈസ് ഒരു 100 പോയിൻറ്റ്സും പ്രീമിയം വൈസ് ആണെങ്കിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റുമാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ റെഡീസ്.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് നമുക്ക് എഗനിസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ആയതായിരുന്നു. പക്ഷേ വീണ്ടും തിരിച്ച് നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് വെരി ക്ലോസ് ടു നമ്മളുടെ ടാർഗറ്റ് ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഒരു 835 836 റേഞ്ച് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 847 ആണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ഞാൻ ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഒരു നല്ലൊരു മൊമെൻറ്റം ആയിരുന്നു കിട്ടിയത്. കണ്ടിന്യൂസ്ലി അവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് നേരം അവിടെ സൈഡ് വൈസ് പോലെ ബിഹേവ് ചെയ്തു. അത് കഴിഞ്ഞ് റെഡ് ക്യാൻഡിൽ ഫോമായി. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ആയിരുന്നു ഉണ്ടായത്. സോ അത് വീണ്ടും തിരിച്ച് ഒരു റിജക്ഷൻ ക്യാൻഡിലായി മാറുന്നുണ്ട്, റെഡ് ക്യാൻഡിലായി മാറുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല. നമ്മളേതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുമായിട്ട് റെഡിയാണ്. നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിറങ്ങാവുന്നതാണ്. ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്താണ് ആ ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡേഴ്സ് അഗെയിൻ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ ഫൈൻ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 847 ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ് വെച്ചിരുന്നത്. ഓവറോൾ ഇന്നൊരു 3400 3500 അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. 12.56 നമ്മൾ ട്രേഡ് എടുത്തത്. 1.29 1.5 ആയപ്പോഴത്തേക്ക് നമ്മളുടെ ട്രേഡിൽ കുറച്ച് സമയം എടുത്തു, എന്നാൽ കുഴപ്പമില്ല. നമ്മളുടെ ട്രേഡിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ്. ഇത് സ്പോട്ടിൻ്റെ ചാർട്ടാണ്. ഇന്ന് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഒരു ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം രാവിലെ ചെയ്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുമായിരുന്നു. ഇവിടുന്ന് ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴത്തോട്ട് വന്ന് ഒരു ലോവർ ഹൈ ഉണ്ടാക്കി താഴത്തോട്ട് വരുമായിരുന്നു. ഈ ഒരു പോയിന്റിലാണ് നമ്മളുടെ ഒരു സെറ്റപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡബിൾ ബോട്ടം സ്ട്രക്ചർ ഫോം ചെയ്യണ കാണാൻ പറ്റും. ആ ഡബിൾ ബോട്ടത്തിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ആ ക്യാൻഡിലിൻ്റെ ലോ തന്നെയായിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിരുന്നത്. കുറച്ച് സമയം എടുത്തെങ്കിൽ കൂടി, കുറച്ച് നേരം സൈഡ് വൈസ് ആയി ബിഹേവ് ചെയ്തെങ്കിൽ കൂടി നമ്മളുടെ ടാർഗറ്റ് വളരെ ഈസിയും സിമ്പിളുമായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇന്നത്തെ ട്രേഡിൽ ഒരു 3400 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക്